ഹൊറർ വയലൻസ് സിനിമകളൊക്കെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് കൊറോണ ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ മുന്നത്തെ ചാനലിൽ ഉള്ള സമയത്ത്. അപ്പോൾ അന്ന് ഒരുപാട് വയലൻസ് സിനിമകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് അതൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഈ ചാനലിലും അത്തരത്തിലുള്ള ചില പഴയ എപ്പിസോഡുകളൊക്കെ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഹൈ ടെൻഷൻ എന്നൊരു സിനിമ 2003 ഇറങ്ങിയ ഒരു കിഡിലൻ ഫ്രഞ്ച് സ്ലാഷർ സിനിമ. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ മേക്കിംഗ് ആണ്. അലക്സാണ്ടർ അജ എന്ന് പറഞ്ഞ വയലൻസ് സിനിമകൾ മാത്രമായിട്ട് ഒരു വിധം വയലൻസ് സിനിമകൾ മാത്രമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹോസ്റ്റലൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. പിന്നത്തെ ഒരു കാരണം ഇതിലെ ഒരു കില്ലർ, ആ ഒരു കില്ല് ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട്. അതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. മൂന്നാമത്തെ കാര്യം, സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന വമ്പൻ ട്വിസ്റ്റ്. ശരിക്കും ഞാൻ അത്തരത്തിൽ കിളി പാറിയ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതേഴ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴാണ്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുവരെ ഒന്നുമല്ല, നമ്മളാരായി പൊട്ടനായി എന്നുള്ള ലെവലിലുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ. പ്രേക്ഷകനെ പൊട്ടനാക്കുന്ന രീതിയിലുള്ള ചില മേക്കിംഗ്, ചില അടിപൊളി മേക്കിങ്ങിലുള്ള ഇത്തരത്തിലുള്ള വമ്പൻ ട്വിസ്റ്റുള്ള സിനിമകൾ കാണുന്ന സമയത്ത് എന്നെ ആ ഒരു സിനിമ പൊട്ടനാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് അറിയാതെ കൈയടിച്ചു. അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഹൈ ടെൻഷൻ എന്നൊരു സിനിമ. മേരി ആൻഡ് അലക്സ് ആണ് ഈ സിനിമയിലുള്ള കേന്ദ്ര കഥാപാത്രങ്ങൾ. പിന്നെ ഒരു വാൻ ഡ്രൈവറും. മേരിയും അലക്സും കമ്പൈൻ സ്റ്റഡിക്കായിട്ട് അലക്സിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. മേരി വളരെയേറെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. മേരിയുടെ പിന്നാലെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ് മേരിക്ക്. അപ്പോൾ ഒരു ചോളപ്പാടമൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിലുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ അലക്സിൻ്റെ വീടുള്ളത്. അങ്ങനെ അലക്സ് രാത്രിയിൽ ഇവരുടെ കമ്പൈൻ സ്റ്റഡി ഒന്നും നടന്നില്ല, പക്ഷേ ആ ഒരു സമയത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവരുടെ പിന്നാലെ ഒരു കില്ലർ, ഒരു സൈക്കോ കില്ലർ ഇവരെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ മേരി ഈ കാഴ്ച, ഈ ഒരു കില്ലർ വരുന്നതും ആ ഒരു വാതിൽ കുത്തിപ്പൊളിച്ചിട്ട് അലക്സിൻ്റെ വീട്ടുകാരെയും അച്ഛനെയും അമ്മനെയും ഒക്കെ കൊലപാതകം ചെയ്യുന്നതൊക്കെ മേരി കാണുന്നുണ്ട്. ഈ മേരി ഈ കില്ലറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും നോക്കുകയാണ്. ആ സമയത്ത് അലക്സ് മാത്രമേ ഉള്ളൂ. അലക്സിൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ ഒരുപാട് പേര് ആ വീട്ടിലുണ്ട്. അവരെല്ലാവരെയും നിഷ്കരുണം ഈ ഒരു കില്ലർ, ഈ ഒരു സൈക്കോ വാൻ ഡ്രൈവർ കൊലപ്പെടുത്തുകയാണ്. ശേഷം ഈ അലക്സിനെ ഈ വാൻ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ വാനിലിട്ടിട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടൊന്നില്ലാതെ കൊണ്ടുപോവുകയാണ്. മേരി ചേസ് ചെയ്ത് തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനായിട്ട് പോകുന്നതും അതിൻ്റെ ഇടയിൽ നടക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവം. മേരി ഈ ഒരു വാൻ ഡ്രൈവറെ ചേസ് ചെയ്യുന്നുള്ള കാര്യം ഈ വാൻ ഡ്രൈവർക്ക് അറിയില്ല. പക്ഷേ മേരിയും അപകടത്തിലാണ്. പലതവണ അലക്സിനെ രക്ഷിക്കാനായിട്ട് മേരി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അലക്സും പേടിക്കുകയാണ്. എന്തിനായിരിക്കും അലക്സും പേടിക്കുന്നത്, മേരിയും പേടിക്കുന്നത്? പിന്നാലെ വരുന്ന വാൻ ഡ്രൈവർ ആരാണ്? കിഡിലൻ ത്രില്ലർ സിനിമ. അവസാനത്തേക്കുള്ള 2 ക്ലോസപ്പ് ഷോട്ടുകളുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് ഒരാൾ വരുന്നതും ഈ ഒരു സൈഡിൽ നിന്ന് ഒരാൾ മരിക്കാനായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ളൊരു ക്ലോസപ്പ് ഷോട്ട്. ആ ഒരു സമയത്ത് പാറിയ കിളികൾ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. 2003 ഇറങ്ങിയ ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടുന്ന ഒരു സ്ലാഷർ ത്രില്ലർ സിനിമയാണ് ഹൈ ടെൻഷൻ എന്നൊരു സിനിമ. ടെൻഷൻ അടിച്ച് കാണാൻ പറ്റുന്ന ഒരു ഹൈ വോൾട്ടിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം. ബൈ.